നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വൈറലാവാൻ വേണ്ടി ഏത് വഴിയും സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ ഇപ്പോഴത്തുള്ള വാർത്തകൾ. പ്രത്യേകിച്ച് ഞാൻ പ്രധാനമായിട്ട് വീഡിയോ ചെയ്യുന്നത് യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ് പ്രധാനമായിട്ടും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴെല്ലാവരും വൈറൽ വീഡിയോസ് അതിൻ്റെയൊക്കെ പുറകെയാണ്. അപ്പോൾ ഞാനും വൈറലാവാൻ വേണ്ടിയിട്ടൊരു ചെറിയ പരിപാടി ചെയ്തായിരുന്നു. നമ്മുടെ ബുള്ളറ്റിനെ അങ്ങ് കളറ് മാറ്റി. അതായത് ലോകത്താർക്കും ഇല്ലാത്തൊരു കളറ് എനിക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ ഒരു കളറ് മാറ്റി. അതുപോലെ തന്നെ എൻജിൻ പണി ചെയ്തായിരുന്നു. എൻജിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജമേശ്വരി സ്ഥിരം നമ്മുടെ KR വർക്ക്ഷോപ്പ് രാജമേശ്വരി എടുത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ എൻജിൻ്റെ പിസ്റ്റൺ മാറ്റിയില്ല എന്ന് തോന്നുന്നു, അതിൻ്റെ സ്ലീവ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ എൻജിൻ്റെ വർക്ക് ബെയറിങ്ങുകൾ മാറ്റി എൻജിൻ പണി എല്ലാം ചെയ്തു തന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ പെയിൻറ്റിങ്, വേറെ ആർക്കും ഇല്ലാത്തൊരു പെയിൻറ്റിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് കാണിക്കാനാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ വിശേഷങ്ങൾ. ഇതൊരു 2006 മോഡൽ വണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തങ്ങ് റെസ്റ്റോർ ചെയ്തതാണ് പൊളിയായിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ വണ്ടിയുടെ സ്റ്റാർട്ടിങ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് വണ്ടി കഴുകിയിട്ടൊന്നുമില്ല, എന്നാലും നല്ല വെറൈറ്റി കളറാണ്. അപ്പോൾ ഈ ഒരു കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയാഗ്ര എന്ന് പറയുന്ന ഒരു കളറാണ്. പേസ്റ്റൽ കളർ. അപ്പോൾ ഇത് ലോകത്തിലെ വേറെ ആർക്കും ഇല്ലാത്തൊരു കളറാണ്. ഇതിൻ്റെ ആക്ച്വലി ഈ ഒരു കളറല്ല കേട്ടോ, ശരിക്കും ഇതൊരു നീല കളറായിട്ടാണ് കാണുന്നത്. എങ്ങനെ എന്താ വരുത്തമെന്ന് അറിയത്തില്ല. ആക്ച്വലി ഇതല്ല ശരിക്കുള്ള കളറ്, നീല കളർ. നോക്കട്ടെ, ഫോട്ടോയിൽ കറക്റ്റ് കളർ കിട്ടുകയാണെങ്കിൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടി. സാധാരണ എല്ലാവരും സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ബുള്ളറ്റാണ്. ശരിക്കും അതാണ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ്. അതായത് ഏറ്റവും റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും ബേസ് മോഡൽ വണ്ടിയാണ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ്. ഏറ്റവും വില കുറഞ്ഞ വണ്ടിയായിരിക്കും. അപ്പോൾ അത് കറുത്ത പെയിൻ്റ് അടിച്ചിട്ടായിരിക്കും വരിക. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈലൻസറൊക്കെ കമ്പനി സൈലൻസർ, ഒറിജിനൽ സൈലൻസറാണ് വെച്ചിരിക്കുന്നത്. നീളം കൂടിയ സൈലൻസർ. അത് വലിയ ശബ്ദമൊന്നും ഉണ്ടാവില്ല. കളറില്ല കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ വണ്ടിയുടെ കോൾഡ് സ്റ്റാർട്ടിങ് ഒന്ന് ചെയ്ത് നോക്കാം. ഈശ്വര, ടോള് മെയിനിലുണ്ടെന്നാണ് ഒരു വിശ്വാസം. ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഒന്ന് ചൂടായാൽ ഐഡ്ലിങ് കിട്ടത്തുള്ളൂ. ഇതാണ് വണ്ടിയുടെ ഒരു ശബ്ദം. ഇവിടെയുള്ള വീല് ഫൈബർ വീലായിട്ടിരിക്കുന്നു, ശബ്ദം കുറയ്ക്കാനായിട്ട്. വലിയ ശബ്ദമൊന്നും ഇല്ലെന്നാണ് വിശ്വാസം. നമുക്ക് കൈ കൊണ്ടുകൂടെ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം, ചിലപ്പോൾ സ്റ്റാർട്ടായാലോ. അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവർക്കും വൈറലാവാൻ ആഗ്രഹമുണ്ട്, നമ്മളും വൈറലാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല മാർഗ്ഗങ്ങൾ പരമാവധി സ്വീകരിക്കുക. പ്രധാനമായിട്ടും ആണുങ്ങൾക്ക് വൈറലാവാനായിട്ട് അധികം ഓപ്ഷൻസ് ഇല്ല, ഇതുപോലത്തുള്ള കുറേ ഓപ്ഷൻസൊക്കെ ഉള്ളൂ. അപ്പോൾ പരമാവധി ഇതുപോലത്തുള്ള ഓപ്ഷൻസ് തന്നെ സ്വീകരിക്കാൻ ശ്രമിക്കുക.
ജസ്റ്റ് എന്താ പറയുക, വണ്ടി ഒന്ന് കാണിക്കുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ നമ്മുടെ സ്ഥിരം വീഡിയോ എടുക്കുന്ന ബ്രയനെയൊക്കെ ഭയങ്കര തിരക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്തായാലും ഒറ്റയ്ക്ക് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാരും ഡീസൽ ബുള്ളറ്റിൻ്റെ എൻക്വയറീസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് മറ്റുള്ള ഒരാളുടെ വണ്ടി, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ പരമാവധി കോൺടാക്ട്സുകൾ എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതിനെപ്പറ്റി പല ആൾക്കാരോടും ചോദിക്കുമ്പോഴേക്കും അവർ നമ്മുടെ വീഡിയോസ് പലത് കണ്ടിട്ടാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഡീസൽ ബുള്ളറ്റിൻ്റെ അടുത്തുള്ള ഒരു ആഗ്രഹം വരുന്നത്. ഞാനും ഡീസൽ ബുള്ളറ്റിൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം ഇഷ്ടമുള്ള ഒരാളാണ്, അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആളാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ കാലഘട്ടത്ത് പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാനായിട്ട് അത്യാവശ്യം നല്ല പാടുപെടുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാം വളരെ മനസ്സിലാക്കി എടുക്കുക. അല്ലാതെ എൻ്റെ ഒരു വീഡിയോ കണ്ടു, അപ്പോൾ ഇനി എൻ്റെ പെട്രോൾ ബുള്ളറ്റിൻ്റെ വീഡിയോ കണ്ടു, എല്ലാവരും പെട്രോൾ ബുള്ളറ്റ് പോയി എടുത്തു, അങ്ങനെയൊന്നും വേണ്ട. അത് എടുക്കുന്നത് പൈസയുള്ള ആർക്കും എടുക്കാം. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും അത് കൊണ്ട് നടക്കാനും ഉള്ള സാഹചര്യവും ഒക്കെ ഉള്ളവർ മാത്രം എടുക്കുക. പ്രത്യേകിച്ച് ഡീസൽ ബുള്ളറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല മേസ്തിരിമാരടുത്ത് ഉണ്ടാവണം, നല്ല വണ്ടിയായിരിക്കണം, പൊല്യൂഷൻ ടെസ്റ്റിംഗ് കിട്ടണം. അതൊക്കെ ഒത്തിരി ടൈറ്റാണ്, പാടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ട്യൂണിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പല ആൾക്കാരും ചെയ്ത് കൊടുക്കുമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും ഒരു 2-3 മന്ത്സിനിടയ്ക്ക് തന്നെ ഒരു സ്ഥാപനം സ്വന്തമായിട്ട് ഇടാനുള്ള പ്ലാൻ ഉണ്ട്. അതായത് ആർക്കെങ്കിലും മിക്കവാറും അവധി ദിവസങ്ങളിലായിരിക്കും നമ്മളതിൻ്റെ ട്യൂണിങ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ട്യൂണിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വണ്ടി എന്നെ കാണിക്കാനോ അല്ല വണ്ടി ട്യൂണിങ് ചെയ്യുക, മൈലേജ് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികൾ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെൻറ്ററിലായിട്ട് നിങ്ങൾക്ക് നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത് വരാം. അതായത് നിങ്ങളെ കൊണ്ട് തന്നെ, അതായത് വണ്ടി കൊണ്ടുവരുന്ന കണ്ടീഷനിലുള്ള മൈലേജ് നമ്മൾ നോക്കും. അതായത് ഇപ്പം 35-40 മൈലേജുള്ള ആൾക്കാർ വരണ്ട. നിങ്ങൾക്ക് മൈലേജ് 20, 25, 17, 15 ഒക്കെ അങ്ങനെ വളരെ മൈലേജ് കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പെട്രോൾ ബുള്ളറ്റുകളോ പെട്രോൾ ബൈക്കുകളോ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ ആ ഒരു വണ്ടി നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് അത് ട്യൂൺ ചെയ്ത് അത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെൻറ്റർ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ സേവ് ചെയ്യുന്ന ഓരോ ഇന്ധനവും അത് ഫ്യൂച്ചറിലത്തേക്കുള്ള മൂലധനം പോലെ, അതായത് അവിടെ കിടക്കും. അതായത് ഇപ്പോൾ ഒരു 20 കിലോമീറ്റർ മൈലേജ് ഉള്ളൊരു വണ്ടി അത് നമുക്ക് 40 കിലോമീറ്റർ മൈലേജ് ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ പെട്രോൾ ഓരോ യാത്രയിലും, ഓരോ ലിറ്റർ പെട്രോൾ 20 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് 20 ലിറ്റർ പെട്രോൾ ലാഭിക്കാം. 1 ലിറ്റർ പെട്രോൾ ലാഭിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി വലിയ പുണ്യപ്രവൃത്തിയൊന്നുമല്ല, എങ്കിലും ഒരു പുണ്യപ്രവൃത്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റർ തുടങ്ങണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. മനോഹരമായ മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.